നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ആർദ്രമായ മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ മാസങ്ങളിൽ, രാമായണ മാസങ്ങളിൽ മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ചു വരുന്ന ഡോക്ടർ ശ്യാംകുമാറിൻ്റെ രാമായണ വിമർശനങ്ങളെക്കുറിച്ചാണ്. ഒരു സമൂഹത്തിൽ എത്രമാത്രം അന്തചിത്രങ്ങൾ ഉണ്ടാക്കി അതിനുമേൽ പൈസയും അധികാരം നേടാൻ കഴിയുന്നു, അതൊക്കെ ശ്രമിക്കുന്ന ഒരു പത്രമായി മാധ്യമവും അതപ്പതിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കാരണം മാധ്യമം പ്രതിദാനം ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയമുണ്ട്. അത് മൗദൂദിയൻ രാഷ്ട്രീയമാണ്. അത് തീവ്രവാദം തന്നെയാണ്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും മൗദൂദിയുടെ ഇസ്ലാം മതം മുതലായ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കാണുന്നത് അതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന തീവ്രവാദത്തിൻ്റെ വിത്തുക്കൾ തന്നെയാണ്. ഒരു സമുദായത്തിൻ്റെ പുണ്യഗ്രന്ഥങ്ങളെ അവരുടെ പുണ്യമാസത്തിൽ തന്നെ വിമർശന വിധേയമാക്കുന്നത് മാധ്യമങ്ങൾ ചെയ്യുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം മാധ്യമത്തിൻ്റെ ആദിവാസി പ്രേമം, ആക്ടിവിസം, അതിലൊക്കെ ഒരു ഒളി അജണ്ട ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. എന്നെപ്പോലെയുള്ള ദേശീയതയിലും സാർവമത സാഹോദര്യത്തിലും വിശ്വസിക്കുന്ന ഒരാളുടെ പ്രത്യശാസ്ത്രവുമായി ചേർന്ന് പോകുന്നതല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദിയുടെ രാഷ്ട്രീയം എന്ന വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരവസരത്തിൽ സഹോദര മതസ്ഥരെ വ്രണപ്പെടുത്തുന്ന ഇത്തരം ലേഖനങ്ങൾ മാധ്യമം പോലെയുള്ള പത്രങ്ങളിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്നാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തലും. പക്ഷേ ഇത്തരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരിഫ് ഹുസൈനെ പോലെയുള്ള യുക്തിവാദികൾ എന്ന് പറയുന്ന ആളുകൾ ഹിന്ദു ഐക്യവേദിയുടെ തീവ്ര ഹിന്ദുത്വം വെച്ച് പുലർത്തുന്ന ഹിന്ദു ഐക്യവേദിയുടെ വേദികളിൽ പോയി ഇസ്ലാം മതത്തെ വിമർശിക്കുന്നു. മീഡിയ വണ്ണിനെ പോലെ അല്ലെങ്കിൽ മാധ്യമത്തെ പോലെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ഇസ്ലാമികത്വം പറയുന്ന ചാനലുകളിൽ പോയി ഹിന്ദുമതത്തിൽപ്പെട്ട നിരീശ്വരവാദികൾ ഹിന്ദുമതത്തിനും രാമായണത്തിനുമെതിരെയൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ ഒരു ഒളി അജണ്ടയുണ്ട് എന്നാണ് പറയുന്നത്, എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഇത്തരം നിരീശ്വരവാദികൾ എതിർ മതത്തിൽപ്പെട്ട തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഇടയിൽ പോയി തങ്ങൾ ജനിച്ചു വളർന്ന മതത്തെപ്പറ്റി മോശമായി സംസാരിച്ച് കിട്ടുന്ന പടവും അംഗീകാരവും ഒക്കെ നേടുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. NDF തുടങ്ങുമ്പോൾ തന്നെ ഇത്തരം ചില ഹിന്ദു മതസ്ഥരെ അവരുടെ സംഘടനയിൽ കൊണ്ടുവരികയും അവർ ആക്ടിവിറ്റീസ് എന്ന പേരിൽ സംസാരിക്കുകയുണ്ടായിട്ടുണ്ട്. RSSൽ അങ്ങനെയുള്ള മുസ്ലിം നാമധാരികളും ക്രിസ്ത്യൻ നാമധാരികളുമുണ്ട്. അപ്പോൾ എതിർഭാഗത്തുള്ള തങ്ങൾ എതിർക്കുന്ന ഏതു മതത്തെയാണോ അതിലുള്ള യുക്തിവാദികൾ എന്ന പേരുള്ളവരെ അല്ലെങ്കിൽ ആ മതത്തിൽ വിശ്വസിച്ചവരെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് തങ്ങൾ ജനിച്ച മതത്തിനെതിരെ പ്രതികരിക്കുക, മോശമായി പ്രസംഗിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു സാമൂഹ്യ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, മതങ്ങളെല്ലാം നന്മയാണ് കാംക്ഷിക്കുന്നത്, മതങ്ങളെല്ലാം നന്മയിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെ ഈ പരസ്പരമുള്ള ചെളിവാരി എറിയലുകൾ, നമ്മൾ 10-50 വർഷമൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പരസ്പരം സ്നേഹിച്ചും സൗഹൃദം പങ്കിട്ടും മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. നമ്മൾ ഏതെങ്കിലും ഒരു മതത്തിൽ ജനിച്ചു വീണത് കൊണ്ട് നമ്മൾ ആ മതവിശ്വാസം പിന്തുടരുന്നു. ഞാനിപ്പോൾ ഒരു ഇസ്ലാം മതവിശ്വാസിയായ മാതാവിൻ്റെയും പിതാവിൻ്റെയും മകനായി ജനിച്ചത് കൊണ്ട് ഞാൻ ആ മതവിശ്വാസം പിന്തുടരുന്നു. എൻ്റെ സുഹൃത്തുക്കൾ അതാത് മതങ്ങളിൽ ജനിച്ച മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചത് കൊണ്ട് ആ മതവിശ്വാസം പിന്തുടരുന്നു. മറ്റാരോ പറഞ്ഞതുപോലെ നമ്മൾ ഹോസ്പിറ്റലിൽ ജനിച്ചു വീഴുമ്പോൾ ഒരു നഴ്സിൻ്റെ കയ്യബദ്ധം കൊണ്ട് നമ്മളെ ഒന്ന് മാറിക്കൊടുത്താൽ, നമ്മുടെ മാതാപിതാക്കൾക്ക് മാറിക്കൊടുത്താൽ തീരുന്നതേ ഉള്ളൂ നമ്മുടെ മതം എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നഴ്സിൻ്റെ കയ്യബദ്ധം കൊണ്ട് എന്നെ ഒരു ഹിന്ദുവായ മാതാപിതാക്കൾക്കാണ് മാറിക്കൊടുക്കുന്നതെങ്കിൽ ഞാൻ ഹിന്ദുവായി വളരും. അപ്പോൾ അത്രയേ ഉള്ളൂ. മതങ്ങളൊക്കെ നിലനിൽക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ ഈ ലോകത്തിൻ്റെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഇവിടെ ഒരു അരാജകത്വം വന്നു പോകും എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. പക്ഷേ മതങ്ങൾ തമ്മിലുള്ള പരസ്പര റെസ്പെക്റ്റുകൾ നിലനിന്ന് പോകണം എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ ഈ വീഡിയോ പറയാൻ ശ്രമിക്കുന്നത് ഈ യുക്തിവാദികൾ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ എന്ന പേരിൽ പുറത്തിറങ്ങിയിട്ടുള്ള ചിലരുടെ കച്ചവട തന്ത്രങ്ങളാണ്. മിക്കപ്പോഴും സ്വന്തം മതത്തെ പ്രകോപിപ്പിച്ച് അല്ലെങ്കിൽ സ്വന്തം മതത്തെ പിച്ച് ചീന്തി എതിർഭാഗത്തുള്ള തീവ്രവാദ ക്യാമ്പുകൾ എത്തുകയാണിവർ.
അവിടെ നിന്ന് കിട്ടുന്ന പ്രൊട്ടക്ഷൻ, അവിടെ നിന്ന് കിട്ടുന്ന പൈസ. ഞാൻ ഡോക്ടർ ശ്യാംകുമാറിനെ പറ്റി പറയുകയും അതുപോലെ തന്നെ ആരിഫ് ഹുസൈനെ പറ്റി പരാമർശിക്കുകയുമാണ്. ഡോക്ടർ ശ്യാംകുമാർ മാധ്യമത്തിൽ എഴുതുന്ന റിപ്പോർട്ടും ആരിഫ് ഹുസൈൻ ഹിന്ദു ഐക്യവേദിയിൽ ചെയ്യുന്ന ചർച്ചയുമൊക്കെ ഏകദേശം സമം തന്നെയാണ്. അപ്പോൾ ഒരു മതപരമായ ഒരു ഐക്യം നമ്മുടെ ഇടയിൽ നിലനിന്ന് പോകേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഞാൻ പറയാൻ ശ്രമിക്കുന്നത് മൊയ്ലിയാക്കന്മാരെക്കുറിച്ചും പാതിരിമാരെക്കുറിച്ചും പള്ളിയിലച്ചന്മാർ ഹിന്ദു പുരോഹിതന്മാരെക്കുറിച്ചും തന്നെയാണ്. മിക്കപ്പോഴും അത് മുസ്ലിം മതത്തിലാണ് കൂടുതലെന്ന് തോന്നുന്നു. കാരണം പൊതുവേദികൾ സ്റ്റേജ് കെട്ടി വാള് എന്ന പേരിൽ നടത്തുന്ന മതപ്രസംഗങ്ങൾ മിക്കപ്പോഴും അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങളെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെയൊക്കെ പിച്ച് ചിന്തുന്നതിന് കാരണമായി തീരാറുണ്ട്. അതൊരു പരിധിവരെ ഇവിടെ അനൈക്യത്തിൻ്റെ വിഷവിത്തുകൾ പാകുകയും ചെയ്യാറുണ്ട്. ഞാൻ മിക്കവളും എം എം അക്ബറുടെയും അല്ലെങ്കിൽ മുജാഹിദ് ബാലുശ്ശേരിയുടെയും ഒക്കെ സാക്കിർ ഹുസൈൻ്റെയും ഒക്കെ പ്രസംഗങ്ങൾ കേൾക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോഴൊക്കെ കാണുന്ന ഒരു അന്യമത വിമർശനം അത് ഒരു ശരിയായ പാതയിലേക്കല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം മറ്റുള്ള മതങ്ങളെയൊക്കെ അവഹേളിച്ചുകൊണ്ട് തങ്ങളുടെ മതമാണ് ശ്രേഷ്ഠമെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം അത് ഒട്ടും ഉചിതമായ ഒരു തീരുമാനമല്ല. മതങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. ആര് സത്യമോ യാഥാർത്ഥ്യമോ കണ്ടെത്തി മറ്റു മതങ്ങളിലേക്ക് മാറുന്നുവെങ്കിൽ മാറട്ടെ എന്നല്ലാതെ ഒരു പർപ്പസ്ഫുള്ളി എല്ലാവരെയും മതം മാറ്റി സ്വർഗം നേടിക്കളയാമെന്നുള്ള വിശ്വാസം അത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒട്ടും യോജിച്ചതല്ല. മിക്കപ്പോഴും നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരാണ്, ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് പോകുന്നതാണ്. അവിടെ ഒരു സ്ട്രിക്റ്റ് ഉണ്ട്, ഒരു മതപരമായ കാര്യങ്ങളിലൊക്കെ ഒരു സ്ട്രിക്റ്റ് ഉണ്ട്. പള്ളികളിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ പാടില്ല. മീൻസ് ഖുത്ബ പ്രസംഗങ്ങളൊക്കെ വഖഫ് ബോർഡ് കൊടുക്കുന്ന പ്രസംഗങ്ങളായിരിക്കണം. അതിൻ്റെ ലിമിറ്റിൽ നിന്ന് വേണം പ്രസംഗിക്കാനുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ പകർന്നു നൽകുന്ന സ്വാതന്ത്ര്യം വെച്ച് സ്റ്റേജ് കെട്ടി എന്തും വിളിച്ചു പറയാവുന്ന രീതിയിലേക്ക് മതപുരോഹിതന്മാർ മാറുമ്പോഴാണ് അസഹിഷ്ണുതയുടെ